സലീം കുമാറിന് നാടിന്റെ കണ്ണീർ പ്രണാമം. പൊതുദർശനം പറവൂർ ടൗൺ ഹാളിൽ തുടരുകയാണ്. പ്രിയ കലാകാരനെ അവസാന നോക്ക് കാണാൻ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രേക്ഷകരും ഒഴുകിയെത്തുന്നുണ്ട്. വൈകിട്ട് 3:30 ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. ചില പ്രതികരണങ്ങളിലേക്ക് ആദ്യം. എനിക്ക് വ്യക്തിപരമായ നഷ്ടമെന്ന് പറയുന്നത് എനിക്കൊരു സഹോദര തുല്യനായ ഒരാളെയാണ് അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എൻ്റെ ഓഫീസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ശ്രീ സലീം കുമാർ. അവസാനമാകുമ്പോൾ പറയും എൻ്റെ അവകാശമാണെന്ന് പറയും. ഞാൻ പറയാം വേറെ ആരെയും വിളിക്കില്ല, സലീമിനെ മാത്രമേ വിളിക്കുള്ളൂ എന്ന് പറയും. അത്രമാത്രം നല്ല ഉറച്ച രാഷ്ട്രീയ ബോധ്യം, ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തൻ്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എൻ്റെ സ്നേഹിതനെന്ന് എനിക്ക് അഭിമാനമുണ്ട്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാള സിനിമയിൽ മികച്ച വേഷങ്ങൾ അഭിനയിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എല്ലാ രംഗത്തും സംവിധാനം ചെയ്തു. 3 സിനിമ സംവിധാനം ചെയ്തു. ഇതുപോലുള്ള കലാകാരന്മാർ നമ്മൾ വിട്ടുപോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പകരം വയ്ക്കാൻ ഇനി അതുപോലെ ഒരാൾ ഉണ്ടാകില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നത്. അതിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. ഒരുപാട് സിനിമകൾ അഭിനയിക്കാൻ. കൂടുതൽ വിവരങ്ങളുമായി പറവൂർ ടൗൺ ഹാളിൽ നിന്ന് സൈഫുനിസ അലിയാർ ചേരുകയാണ്. സൈഫുനിസ, ഇപ്പോൾ ഓരോ ആളുകളും സലീം കുമാറിനെ ഓർത്തെടുക്കുന്നത് പോലെ അദ്ദേഹം മുഖ്യധാര സിനിമയുടെ ഏറ്റവും അവിഭാജ്യ ഘടകമായി നിൽക്കുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം നല്ല സിനിമയ്ക്ക് വേണ്ടി സ്വന്തമായി നിലകൊണ്ട ആളാണ്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു ഹാസ്യ താരം എന്ന അർത്ഥത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം മികച്ച നടൻ എന്ന തരത്തിൽ പേരെടുത്ത ആളാണ്. സംവിധാനം ചെയ്ത ഒരു സംവിധായകനാണ്. അതോടൊപ്പം പൊതുവിഷയങ്ങളിൽ പലപ്പോഴും സിനിമാക്കാർ പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നത് കുറവാണ്. അവിടെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ ഒരു രാഷ്ട്രീയ വിഷയങ്ങളിൽ എല്ലാ വിഷയങ്ങളിലും കൃത്യമായി തൻ്റെ നിലപാട് പറഞ്ഞ ഒരാളാണ്. അങ്ങനെ വിവിധ തരത്തിൽ സൗഹൃദ വലയം ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് വിടവാങ്ങുന്നത്. എന്തായാലും പറവൂർ ടൗൺ ഹാളിലേക്ക് ഓരോ നിമിഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒഴുകിയെത്തുന്ന ജനക്കൂട്ടത്തെയാണ്. തീർച്ചയായും രജീഷ്, രാഷ്ട്രീയ ഭേദമന്യേ സൗഹൃദം സൂക്ഷിച്ചിരുന്ന ഒരാളാണ് സലീം കുമാർ. ആ സലീം കുമാറിന് ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ ഇപ്പോൾ എത്തി അന്തിമോപചാരം അർപ്പിക്കുകയാണ്. അദ്ദേഹം അന്തിമോപചാരം അർപ്പിച്ച് സഹപ്രവർത്തകരോടൊക്കെ സംസാരിക്കുകയാണ്. നമുക്കറിയാം, ഈ സലീം കുമാർ ഒരു അടിയുറച്ച കോൺഗ്രസ്കാരനായിരുന്നു. കോൺഗ്രസിൻ്റെ പ്രസ്ഥാനത്തിൽ വളരെ വിശ്വാസമുള്ള ഒരാൾ കൂടിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വലിയ സൗഹൃദ വലയങ്ങളുണ്ട്. അത് രാഷ്ട്രീയത്തിന് അപ്പുറത്തായിരുന്ന സൗഹൃദ വലയങ്ങളുണ്ട്. ഇപ്പോൾ CPM-ൻ്റെ മുതിർന്ന നേതാവായ P. ജയരാജൻ സലീം കുമാറിൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. നമുക്ക് P. ജയരാജൻ്റെ ഒരു പ്രതികരണം കിട്ടുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായ അദ്ദേഹം അതിനെ പറയുമായിരിക്കും. എങ്ങനെയാണ് ഒരു കോൺഗ്രസ്സുകാരനായ സലീം കുമാറുമായിട്ടുള്ള സൗഹൃദം എത്രത്തോളമാണ് എന്ന്. കണ്ണൂരിൽ ഒരു തവണ സലീം കുമാറിൻ്റെ സിനിമ കറുത്ത ജൂതൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത് അതിൻ്റെ പരിപാടിക്കായി K. സുധാകരനെയും P. ജയരാജനെയും ഒരുമിച്ചൊരു വേദിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരാളാണ് സലീം കുമാർ. അത്രത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭേദമന്യേ സൗഹൃദമുണ്ട്, രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള സൗഹൃദങ്ങളുണ്ട്. അതായത് ഒരു പാർട്ടിയിൽ ബേസ് ചെയ്ത് മാത്രമുള്ള സൗഹൃദമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെയാണ് അദ്ദേഹം സിനിമയിൽ വരച്ചിട്ടിരിക്കുന്ന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നതും. ഒട്ടനേകം കഥാപാത്രങ്ങൾ നമുക്ക് ഓരോ കഥാപാത്രങ്ങളും ഓരോ ഡയലോഗുകളും പറയുമ്പോൾ അത് ഏത് സിനിമ ഏത് കഥാപാത്രം എന്ന് പറയാൻ തോന്നുന്ന അല്ലെങ്കിൽ മനസ്സിലാകുന്ന പെട്ടെന്ന് ഊഹിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ കൊച്ചി എത്തി എന്നൊക്കെ പറയുന്ന സലീം കുമാറിൻ്റെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, ഒരു കയ്യബദ്ധം നാറ്റിക്കരുത് എന്നൊക്കെ പറയുന്നത് നമ്മൾ ദിവസേന പല കാര്യങ്ങളിലും ചിലപ്പോൾ സൗഹൃദത്തിൽ സംസാരിക്കുമ്പോഴൊക്കെ തന്നെ എടുത്തു പറയുന്ന, ഇത്രയും ഫേമസ് ആയ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സലീം കുമാറിൻ്റെ പല തമാശയോടെയുള്ള കോമഡി സംഭാഷണങ്ങളുണ്ട്. ആ സംഭാഷണങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും സുഹൃത്തുക്കളോട് സൗഹൃദം പങ്കിടുമ്പോഴോ അതല്ലെങ്കിൽ കോളേജുകളിലോ സൗഹൃദ കൂട്ടായ്മയ്ക്കുള്ളിലൊക്കെ പറഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അതായത് സലീം കുമാർ നമുക്കിടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് പൊതുദർശനം ഇവിടെ നടക്കുകയാണ് പറവൂർ ടൗൺ ഹാളിൽ. എങ്കിൽ പോലും സലീം കുമാർ ഇനിയും നമുക്കിടയിൽ ഉണ്ടാകും. അദ്ദേഹം വരച്ചു വെച്ച കഥാപാത്രങ്ങൾ അദ്ദേഹം വിജയകരമാക്കി നമുക്കിടയിൽ നമ്മളുടെ ഉള്ളിലേക്ക് ആവാഹിക്കപ്പെട്ട കഥാപാത്രങ്ങളാണ് അതൊക്കെ. അത് എത്രയോ കാലം കഴിഞ്ഞാലും നമ്മളതിലെ ഡയലോഗുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം സലീം കുമാർ ആ കഥാപാത്രം വിട്ട് അടുത്ത കഥാപാത്രത്തിലേക്ക് പോയി, അടുത്ത സിനിമയിലേക്ക് പോയി, അങ്ങനെയൊക്കെ
സിനിമയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ കഥാപാത്രങ്ങളിലൊക്കെ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതാണ് ആ ഒരു കലാകാരൻ എന്ന നിലയിൽ സലീംകുമാറിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു കലാകാരൻ്റെയും വിജയം എന്ന് പറയുന്നത്. നമുക്കിതെല്ലാം ഓരോ കാര്യങ്ങളും സന്ദർഭത്തെ കോട്ട് ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള സംഭാഷണങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു കഥാപാത്രമോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു സിനിമയുടെ പേരിലൊക്കെ ആകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയം. ആ വലിയ വിജയം നേടിയാണ് സലീംകുമാറിൻ്റെ മടക്കം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അടുത്ത സുഹൃത്തുക്കൾ അടക്കമുള്ളവരൊക്കെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുദർശന ചടങ്ങുകളൊക്കെ തന്നെ ഇപ്പോൾ ടൗൺ ഹാളിലെ പൊതുദർശനം ഏകദേശം അവസാന മണിക്കൂറുകളിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം 1 മണി വരെയാണ് ഇവിടെ പൊതുദർശനം തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ 12:31 അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ടൗൺ ഹാളിലെ പൊതുദർശനം അവസാനിക്കാറാവുന്നു. പക്ഷേ ഇപ്പോഴും അണമുറിയാതെ ആളുകൾ, പറവൂരിലെ ജനങ്ങൾ പൊതുദർശനത്തിന് അദ്ദേഹത്തിനെ കാണുവാനായി, ഒരു നോക്ക് കാണുവാനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഒരു കലാകാരൻ നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്രയധികം ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്രതീക്ഷിതമായൊരു വിയോഗം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. കാരണം 56-ാം വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. ഒട്ടനേകം കഥാപാത്രങ്ങളും സിനിമകളും ഒക്കെ അദ്ദേഹം ഇനിയും ചെയ്യാനായി ബാക്കി വെച്ചിരുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. കാരണം വലിയൊരു പ്രായമൊന്നുമല്ല 56 വയസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശാരീരിക അവശതകളിൽ പോലും അദ്ദേഹം സിനിമയിൽ സജീവമായിരുന്നു. ചെയ്യാൻ കഴിയുന്ന കഥാപാത്രങ്ങൾ, ഇരുന്ന് അഭിനയിക്കാൻ കഴിയുന്ന കഥാപാത്രങ്ങൾ പോലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഓടി നടന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും. ഇപ്പോൾ നമ്മൾ തല്ലുമാലയിൽ ഒരു പാട്ടിലേ വരുന്നുള്ളൂ. പക്ഷെ എന്നാൽ പോലും ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ആദ്യം വരുന്നത് അതിൽ സലീംകുമാറിൻ്റെ മുഖവും അതിലെ സലീംകുമാറിൻ്റെ ഡയലോഗുകളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ തീരെ അവശതയായിരുന്ന ശാരീരിക അവശതകളും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹം ആ സിനിമകളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം 2019 ശേഷം അധികം സിനിമകളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. പക്ഷെ ചെയ്ത സിനിമകളൊക്കെ തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന, ഒരു സിനിമയിലെ കഥാപാത്രത്തെ പറയുമ്പോൾ ഓർക്കാൻ പറ്റുന്ന സിനിമകൾ അന്നോളം ചെയ്തതുപോലെ തന്നെ അദ്ദേഹം പിന്നീടും ചെയ്തിട്ടുണ്ട്.